are going to discuss about barriers of communication. Do you know anything about barriers? Barriers is nothing but these are the obstacles of communication. When we are communicating something is resist our communication. That is called barrier. Okay. So the first important barrier of communication is nothing but semantic barrier. These semantic barriers arise due to the lack of knowledge of the language. The semantic barrier is related with language, or these are related with slang, words, or their vocabulary or technical jargons. Okay. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാത്ത ലാംഗ്വേജ് നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത വേർഡ്സ് ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ മറ്റേ ആളോട്? ഇല്ലല്ലോ. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻകംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ അതേപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ കാര്യങ്ങളൊക്കെ. അതിനാണ് ടെക്നിക്കൽ ജാർഗൻസ് എന്ന് പറയുന്നത്. ചില സ്പെസിഫിക് സെക്ടേഴ്സിൽ, ഫോർ എക്സാമ്പിൾ കോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടേംസ് ഒന്നും നമുക്ക് സാധാരണക്കാരായ നമുക്ക് അത്ര അറിയത്തില്ല. ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്നൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എക്സാക്റ്റ് അതിന്റെ മീനിങ് ഒന്നും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ഒരു ബാരിയർ ആണത് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഞാൻ പറയാണ്, ഏനെനിക്ക് പൈനസിക്കും തേനുണ്ട്, ഏനെനിക്ക് ഏനേലും തൈനരുവോ? നിങ്ങൾക്ക് എന്തേലും മനസ്സിലായോ? ഇല്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞത് എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്നാണ്. ഓക്കെ, അതാണ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ലാംഗ്വേജ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സെൻഡർക്കും റിസീവറിനും ഒന്നും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഞാനൊരു വീഡിയോ ഇടാം, ആ വീഡിയോ കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് സെമാന്റിക് ബാരിയർ എന്ന്. ഓക്കെ, ഡൺ. ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? സോ ഫ്രണ്ട്സ്, നിങ്ങൾ ആ വീഡിയോ കണ്ടോ? അതില് മോഹൻലാൽ പറയുന്ന കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, അവര് പറയുന്ന കാര്യം എന്താണെന്ന് മോഹൻലാലിനും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് സെമാന്റിക് ബാരിയർ എന്ന് പറയുന്നത്. ലാംഗ്വേജ് അവിടെ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് വരുമ്പോൾ, ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരുമ്പോൾ ഉള്ള എന്താണ് ബാരിയറിനെയാണ് പറയുന്നത് സെമാന്റിക് ബാരിയർ. ഓക്കെ.